ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി ഒരുമിച്ച് കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ രാവിലെ തന്നെ മക്കളുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ദൈവകരുണയുടെ തിരുനാളായ ഇന്നേ ദിനം കർത്താവിൻ്റെ കരുണ നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുവാൻ, മക്കളുടെ ജീവിതം നവീകരിക്കുവാൻ, ദൈവകരുണയുടെ അധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ, എല്ലാ അസ്വസ്ഥതകളെയും മാറ്റപ്പെടുന്ന മക്കളുടെ ജീവിതത്തെ ആത്മീയമായി ഏറ്റവും നവീകരിക്കാൻ പറ്റിയ ഒരു ദിനം കൂടിയാണ് ഇന്ന്. ആ ഒരു ദിവസത്തെ ആ പ്രത്യേകത മനസ്സിലാക്കി മക്കളുടെ ജീവിതത്തിൽ കൃപയുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 13-ാം വചനം: ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്, എന്തെന്നാൽ അതുകൊണ്ടുള്ള നേട്ടം വെള്ളിയെയും സ്വർണ്ണത്തേക്കാൾ ശ്രേഷ്ഠമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ജ്ഞാനം നിറയുവാൻ, അറിവ് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്, അത് പ്രകാശിക്കുകയും അങ്ങനെ മക്കളുടെ ജീവിതം കൃപയുള്ളതായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർണ്ണത്തെക്കാളും വെള്ളിയേക്കാളും അമൂല്യരത്നങ്ങളെക്കാളും വിലയേറിയതാണ് ജ്ഞാനം. ജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ പ്രകാശം നിറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നേടാൻ പറ്റും. എല്ലാ നിധിയുടെയും കൂമ്പാരം ഇരിക്കുന്നത് ജ്ഞാനത്തിലാണ്. എല്ലാ സ്വർഗീയ രഹസ്യങ്ങളും ജ്ഞാനത്തിൽ നിന്നാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ ജീവിതം ജ്ഞാനം പ്രകാശിക്കട്ടെ, അറിവുണ്ടാകട്ടെ. അങ്ങനെ കൂടുതൽ വളരുവാൻ അവർ ഏത് മേഖലയിലാണെങ്കിലും ജ്ഞാനത്തിലൂടെ പ്രകാശിച്ച് അറിവ് നേടി മറ്റാരെയും കുറിച്ചാതെ ദൈവത്തെ മുൻനിർത്തിയുള്ള ജീവിതം, ദൈവത്തോട് ചേർന്നുള്ള ജീവിതം, ദൈവാശ്രയ ബോധത്തിലുള്ള ജീവിതം, ഔദാസിക ജീവിതം, അങ്ങനെ അവർ പരിശുദ്ധാത്മാവിൽ പ്രശോഭിക്കട്ടെ. അനുഗ്രഹമുണ്ടാകട്ടെ. നമ്മുടെ മക്കൾ ഉയർന്നു നിൽക്കട്ടെ. വേണ്ടിയിട്ട് പ്രയർ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയുടെ മക്കൾ ജ്ഞാനം സ്നേഹിച്ച് ജ്ഞാനം നേടി അതുവഴിയായി പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിൽ ജീവിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനവും അറിവും സ്വർണ്ണത്തെക്കാളും വെള്ളിയേക്കാളും നേട്ടമുള്ള ജ്ഞാനം നേടി മക്കളുടെ ജീവിതം സമ്പന്നമാകട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.